ദേശത്തു നിന്നൊരു മലയാളി കുട്ടി ഇങ്ങനെ തുമിരിയൊക്കെ വളരെ അനായാസമായി അങ്ങ് പാടുക. അറിയട്ടെ സമൂഹം, ഭാരതീയ സംഗീതത്തിന്റെ മറ്റൊരു മഹത്വമാണ് തുമരി, അല്ലെ? ധ്രുപ്പത്, ദമാർ, മുജ്ര, മുക്കട, ഗസൽ, ഗീത്, ഖയാൽ, ഖവാൽ, ദാദ്ര, ടപ്പ, നസം, എന്തോരം ഐറ്റംസ് ആണ് അതിൽ. ഈ തുമരിയൊക്കെ നമ്മൾ കേൾക്കണ ഗുലാം അലി സാഹിബ് എല്ലാം ലൈവ് കാണണം, CD ഇട്ട് കാണണം, അല്ലേ? നമ്മുടെ ഗായത്രി മോളിരുന്ന് പാടണ കാണുമ്പം അതൊരു എന്താന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെയൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ട് നമ്മളൊക്കെ ഇത് അറ്റംപ്റ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഏത് വേദിയിലാണെങ്കിലും ഭാരതീയ സംഗീതത്തെ നിലനിർത്തുക, നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുക, ഈ ഒരു 2 ലൈൻ, ആ റൂട്ട്സ് ആയിട്ടുള്ള കണക്ഷൻ ഒരിക്കലും വിടരുത് എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരം നമ്മുടെ സംഗീതമാണ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് സോങ്. സാറിൻ്റെ ഒരു കോമ്പോസിഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. സാറിൻ്റെതായിട്ടുള്ള ഒരു എംപയറാണ് ഇത്. അപ്പം എത്രയോ ഹാർട്ടുകൾ, എത്രയോ ഹൃദയങ്ങളെ കോൺക്വർ ചെയ്ത് ഒരുപാട് മലയാളം ഗസൽസ് സാർ കമ്പോസ് ചെയ്തിൻ്റെ ആൽബംസ് ഇറക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് കേൾക്കാനായിട്ടാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. അപ്പോൾ സാർ ഏത് പാട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്നത്? സർപ്രൈസ് പറയുന്നില്ല, പാടാൻ. ശ്രീ യൂസഫ് അലി കേച്ചേരി സാറിൻ്റെ വരികളാണ്. അത്രമേൽ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കി, എത്രമേൽ എത്രമേൽ വാരിളം താമര സൂര്യൻ എന്ന പോലെ, ഇങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നതെന്നാണ് അദ്ദേഹം. ബതാരാ समझ में आया आपको? तो फीलिंग में आ जाएंगे. सारे रे 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 सा दा पा सा सारे गा 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 रे गा गा रे सारे गा गा रे गा गा रे सा दा पा सा गा बा दा सा रे सारे रे रे गा गा रे सा दा गा बा दा बा गा गा रे गा बा दा बा गा रे गा रे सा दा पा सा. കമ്പോസ് ചെയ്തപ്പോൾ കവിത കണ്ടപ്പോൾ ഇത്തിരി കട്ടിയായിട്ട് തന്നെ ഇരുന്നു. എന്നാലെങ്കിലും അവളത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതാണ് അവളെന്ന് എനിക്കറിയില്ല. ബാത്തൈസാ ഹേ. അത്രമേൽ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ആശതൻ പൊൻവിളക്കി, എന്നാശതൻ പൊൻവിളക്കി. തക് ധിം തക് ധിം തക് അത്രമേൽ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കി, എന്നാശതൻ പൊൻവിളക്കി. എത്രമേൽ എത്രമേൽ വാരിളം താമര സൂര്യനെ എന്ന പോലെ, താമര സൂര്യനെ എന്ന പോലെ. അത്രമേൽ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കി, ആശതൻ പൊൻവിളക്കി. മലയും കടന്നെത്തും പൂഞ്ചോല കടലിനെ എന്ന പോലെ, പൂഞ്ചോല കടലിനെ എന്ന പോലെ. കാടും മലയും കടന്നെത്തും പൂഞ്ചോല
ചന്ദ്രനെ എന്ന പോലെ നിശീഥിനി ചന്ദ്രനെ എന്ന പോലെ ഇന്ദ്രനീലം ചാർത്തി അണയും നിശീഥിനി ചന്ദ്രനെ എന്ന പോലെ നിശീഥിനി ചന്ദ്രനെ എന്ന പോലെ അത്രമേലത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ഒരു തുള്ളിത്തേനുള്ളിൽ നുരയുന്ന വേലിപ്പൂ ശലഭത്തെ എന്ന പോലെ വേലിപ്പൂ ശലഭത്തെ എന്ന പോലെ ഒരു തുള്ളിത്തേനുള്ളിൽ നുരയുന്ന വേലിപ്പൂ ശലഭത്തെ എന്ന പോലെ വേലിപ്പൂ ശലഭത്തെ എന്ന പോലെ കണ്ണീരും കയ്യുമായി കണ്ണീരും കയ്യുമായി രാഗിണി രാധിക കണ്ണനെ എന്ന പോലെ രാധിക കണ്ണനെ എന്ന പോലെ കണ്ണീരും കയ്യുമായി രാഗിണി രാധിക കണ്ണനെ എന്ന പോലെ രാധിക കണ്ണനെ എന്ന പോലെ അത്രമേലത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കേ എന്നാശതൻ പൊൻവിളക്കേ എത്രമേലെത്രമേൽ വാരിളം താമര സൂര്യനെ എന്ന പോലെ താമര സൂര്യനെ എന്ന പോലെ അത്രമേലത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ ആശതൻ പൊൻവിളക്കേ എന്നാശതൻ പൊൻവിളക്കേ എത്രമേലെത്രമേൽ വാരിളം താമര സൂര്യനെ എന്ന പോലെ താമര സൂര്യനെ എന്ന പോലെ അത്രമേലത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ
അതിമനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. നമ്മളെല്ലാവരും വേറൊരു സ്പേസിലായി പോയി. അത് ഈ ലിറിക്സിന് ഇതിലും ആപ്റ്റായിട്ടുള്ളൊരു ട്യൂണും ചിന്തിക്കാൻ വയ്യ, റെൻഡിഷനും മൊത്തം ഒരു വേറൊരു മൂഡായിരുന്നു അതിന്. ഒരു അറബിക് സോർട്ട് ഓഫ് ബാക്കിങ്ങും നല്ല നല്ല രസമായിരുന്നു. ഒരു ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിച്ചു. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മെഹദി ഹസൻ സാബാണ് എൻ്റെ ഐഡിയൽ. അദ്ദേഹം പറയുന്നത് നമ്മൾ ഹാർമോണിയത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് വിരൽ പ്രയോഗിച്ചുകൊണ്ട് കവിത ഹൃദയം കൊണ്ട് വായിച്ചാൽ കവിത ആവശ്യപ്പെടും എന്നെ ഈ രാഗത്തിൽ കമ്പോസ് ചെയ്യാൻ. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ ആദ്യം മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ്, കവിത വെച്ചുകൊണ്ട് ഇങ്ങനെ ഹാർമോണിയത്തിൽ ഇരുന്നത്. യൂസഫ് അലി സാറിൻ്റെ, ONV സാറിൻ്റെ കവിത എന്ന് പറയുമ്പോൾ സംഗീതമാണ്, സംഗീതത്തിലാണ് അത് എഴുതി പോണത്. നമ്മുടെ സമ്പത്താണല്ലോ അതിൽ. ONV സാറായാലും യൂസഫ് അലി സാറായാലും ഒക്കെ നമ്മുടെ മലയാളത്തിൻ്റെ സമ്പത്തുകൾ. അപ്പം അതങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക, കവിയെ കേൾപ്പിക്കുക. എന്നിട്ട് ഓക്കെ പറഞ്ഞാൽ മാത്രമേ അത് സമൂഹത്തിന് കൊടുക്കൂ. അത്രയും അതാണ് അങ്കിൾ ഈ ഇതിൽ മാത്രം നിൽക്കുന്നതാണ്. ഈ സിനിമയിലൊന്നും പോകാണ്ടൊന്നും വിളിച്ചാലും ഇതാണ് എൻ്റെ നിയോഗം, ഇതാണ് ജീവിതം, അല്ലേ? യെസ്. അപ്പം അതിൽ ആ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ബഡി ബാത്ത്. താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ സ്വന്തം ക്രിയേഷനായ ഈ സോൾഫുൾ ഗസലോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയും സാർ നമ്മുടെ ഒപ്പം ഉണ്ട്, ഇനിയും കുറേ പാടിപ്പിക്കാം. സാറിൻ്റെ ക്രിയേഷൻസ് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടിൽ ദെൻ ഇറ്റ്സ് എ ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് us. जाने मोरे